അപ്പോൾ ഞാൻ ചേച്ചി എന്ന നിലയിൽ അവളെ പറഞ്ഞു. ഇനിയും അനുജത്തിയായിരുന്നു. അപ്പം എനിക്ക് ചേട്ടന്മാരുണ്ട്. ഒരനിയൻ ആണെങ്കിലും അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ, അത് നമ്മൾ സ്വന്തം തന്നെയാണ്, അനിയനെ പോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ തന്നെയാണ്. അപ്പം 4 ചേട്ടന്മാർ, 2 ചേച്ചിമാർ. അവരെന്ന് പറയുമ്പം അടുത്തടുത്താണ് എല്ലാവരും താമസിക്കുന്നത്. എന്ത് കാര്യമുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരും. എല്ലാവർക്കും എൻ്റെ വീട്ടിൽ വരാൻ വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ അച്ചാച്ചൻ അതുപോലെയാണ് എല്ലാവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറ്. എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരെയും വിളിക്കും. ചേട്ടന്മാർ മിക്കവാറും വെളിയിലൊക്കെ ആയിരിക്കും. കേരളത്തിന് വെളിയിലോ ഒരാൾ ഇന്ത്യക്ക് വെളിയിലോ ഒക്കെ ആയിരുന്നു. അപ്പം എങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നാട്ടിലെല്ലാവരും വിളിക്കും. അപ്പം വെളിയിലാണെങ്കിൽ അവർ കാർഡും ലെറ്ററുകളൊക്കെ അയക്കും. അത്യാവശ്യം അച്ചാച്ചന് കൈമടക്കും അയക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ആങ്ങളമാർ അവർ അങ്ങനെ എല്ലാവരെയും കണ്ടിരുന്നത്. അവർക്കും അതുപോലുള്ള സ്നേഹം നമ്മളോടും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേടി ഉണ്ട് അതിനൊപ്പം തന്നെ ചേട്ടന്മാരെന്ന് പറയുമ്പോൾ. കാരണം നമ്മൾക്ക് ഇപ്പം ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. ഞങ്ങളെ 3 പേരെയും ഇന്നടത്തതാണ്, ഇന്ന ആളുകളുടെ പെങ്ങളാണ്, പെങ്ങന്മാരാണ് എന്നറിയാം. അതുകൊണ്ട് നമ്മളോട് ആരും തന്നെ ഈ നിമിഷം വരെ നമ്മളോടൊരു മോശമായൊരു വാക്ക് ആരും പറയാനായിട്ടോ ഉള്ള ധൈര്യം കാണിച്ചിട്ടില്ല. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ ഞാനിങ്ങനെ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് സൈക്കിളിൽ വരികയാണ്. അപ്പം ഇത്തിരി മോശം റോഡാണ്. അപ്പം ഞാനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ, നമ്മൾ എപ്പോഴും അറിയാമല്ലോ, മോശം കല്ല് ഇട്ട റോഡാണെങ്കിൽ ഒരു സൈഡിൽ കൂടി വണ്ടിയും സൈക്കിളൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു സൈഡിൽ കൂടി പോവുള്ളൂ. ഈ കല്ലേ കയറി ചാടി നമ്മുടെ നടുവ് കളയുന്നതിനെക്കാട്ടും നല്ലത് ഈ കല്ലൊക്കെ മാറി ഇങ്ങനെ വഴിത്താര പോലെ ഇങ്ങനെ കിടക്കുമല്ലോ, ആ സ്ഥലത്തൂടെ പോകാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാനും ഇങ്ങനെ പോവുകയാണ്. അപ്പം എൻ്റെ പുറകിൽ ഒരു ചെറുക്കൻ വരുന്നുണ്ടായിരുന്നു, ഒരു ചേട്ടൻ. അപ്പം എന്നെ പുറകിൽ നിന്നല്ലേ കാണുന്നില്ല, ഞാൻ ഏതാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം പുറകിൽ നിന്ന് ഞാനിങ്ങനെ പതുക്കെ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി വരികയാണ്, കല്ലിലൊന്നും കയറാതെ. അപ്പം ഇയാൾ പറയുന്നു, ഇങ്ങനെയാണോ പോകുന്നത്, ഇതൊന്നും എങ്ങനെ പോയാലും എപ്പോൾ മാറാനാണ്, ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമുക്ക് അറിയാതെ മോശം റോഡ്. അപ്പം അന്നത്തെ ഒരു ദേഷ്യം. അപ്പം ഇയാളെന്ത് ചെയ്ത്, അയാളുടെ കഷ്ടകാലത്തിന് അയാൾ നേരെ എൻ്റെ വീട്ടിലേക്കായിരുന്നു പോയത്. അപ്പം നേരെ ചെന്നത്, അപ്പം ഞാനപ്പം സൈഡ് കൊടുത്തു. അയാൾ ഭയങ്കര സ്പീഡിൽ അങ്ങ് സൈക്കിളിൽ അങ്ങ് പോയി. നേരെ ചെന്നത് എൻ്റെ വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ സൈക്കിൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൈക്കിള് ഞങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. അപ്പം നോക്കിയപ്പം എന്നെ വഴക്ക് പറഞ്ഞ ആൾ നിൽപ്പുണ്ട്. ഞാൻ നേരെ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ അയാൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ആ കല്ലിട്ട റോഡിൽ പതുക്കെ വന്നതിന് അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയാണോ പോകുന്നതെന്നൊക്കെ ചോദിച്ചു എന്നെ അവരൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അമ്മയല്ലേ. അമ്മ ഉടനെ തന്നെ അച്ചാച്ചനോട് പറഞ്ഞു, ഇത് കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞെന്നവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചനല്ലേ, നിനക്ക് അവളെ അറിയത്തില്ലായിരുന്നോ? അയ്യോ സത്യമായിട്ടും ചേട്ടാ മനസ്സിലായില്ല. ഇനി അവളെ വല്ലതും പറഞ്ഞു. അല്ല സൈക്കിളിൽ അങ്ങനെ പോകണമെന്ന്. ഇനി മേലെ ഇത് ആവർത്തിച്ചേക്കില്ല, ഇങ്ങനെയുള്ള വർത്താനമൊന്നും പറഞ്ഞേക്കില്ല. പിന്നെ കല്ലല്ലേ അവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയാലും എന്ന് പറഞ്ഞ് അച്ചാച്ചൻ വഴക്ക് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം അങ്ങനെ പോയി. ചേട്ടന്മാരെയൊക്കെ പേടിയാണ്. ഒരു ദിവസം നമുക്ക് ഒരു പ്രായത്തിൽ ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പം അന്നൊക്കെ ഉത്സവം വരുമ്പം എല്ലാവരും ഉത്സവത്തിനൊക്കെ പോകും. ഞങ്ങളൊക്കെ പോകുമെങ്കിലും 4 വശത്തൂടെ കണ്ണിങ്ങനെ നോക്കും. സ്കാൻ ഇങ്ങനെയാണോ അതുപോലെയാണ്. ഈ ചേട്ടന്മാർ ചില സമയത്ത് നമുക്ക് തൊന്തരവാന്ന് പറയത്തില്ല, ഇവരെ പേടിച്ച് വേണം. നമുക്ക് എന്താ പറയുക, ഹൈ ഹീല് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല, മോഡേൺ സ്റ്റൈലിലൊന്നും പറ്റില്ല, കുറേ നിബന്ധനകളും നിയന്ത്രണങ്ങളും. പക്ഷെ ഒരാളുണ്ട്, ഏറ്റവും ഇളയ ഒരാൾ, അണ്ണന് ഇഷ്ടമാണ് നഖമൊക്കെ വളർത്തുന്നത്, നെയിൽ പോളിഷൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. ബാക്കി ആർക്കും ഇഷ്ടമല്ല. ഒരെണ്ണനുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, 2 അണ്ണന്മാരുണ്ട്.
അവർ ഭയങ്കര സാമർത്ഥ്യക്കാരാണ്. ഭയങ്കര നമ്മളെ ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തും. നമ്മുടെ കയ്യെ നഖം വളർത്തിയോ, നെയിൽ പോളിഷ് ഇട്ടോ, നമ്മൾ വലിയ കമ്മലിട്ടോ, ഹൈ ഹീൽ ചെരുപ്പാണോ ഇട്ടത്, നല്ല ഡ്രസ്സാണ് അല്ല ഇട്ടേക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഇവരുടെ കൂട്ടുകാരുമായിട്ട് നിൽക്കുമ്പോൾ ഇതുപോലൊക്കെ ഉള്ള പെൺപിള്ളേർ പോകുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇവരെക്കുറിച്ചൊരു കമൻറ്റ് പറയുമായിരിക്കും. ഉണ്ടോ ആ പെണ്ണിൻ്റെ പോക്കുണ്ടോ, ചെരുപ്പ് കണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നും കൂട്ടുകാരൊക്കെ പറയുന്നത് ഇവർ കേട്ടിട്ടുണ്ടാകും. അപ്പം നാളെ എൻ്റെ പെങ്ങന്മാർ ഇതുപോലെ പോകുമ്പോൾ ഇവന്മാരോരോന്ന് അവിടെ ഇങ്ങോട്ട് പറയില്ലേ, അവരോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും പരസ്പരം പറയില്ലേ ഈ കൂട്ടുകാരെല്ലാം. അപ്പം ഇവർക്ക് സഹിക്കത്തില്ല അല്ലേ. അപ്പോൾ ആ ഒരു ചിന്ത കൊണ്ടായിരിക്കാം ഇവർ രണ്ടുപേരും അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളുടെ പെങ്ങന്മാരെ ആരും ഒന്നും പറയാൻ പാടില്ല മോശമായി. ആ ഒരു സ്നേഹമാണ് ഇതിൽ കണ്ടത്. പ്രാവശ്യം ഞാനിതുപോലെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അമ്പലത്തെ ഉത്സവത്തിന് പോയി. അപ്പം ഒരു ഹൈ ഹീൽ ചെരുപ്പ് വാങ്ങിച്ചു. അപ്പം വിലക്കുറവാണ്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ ചോദിച്ചു. അപ്പം പൈസ തന്നു. ഞങ്ങൾ രണ്ടുകൂടെ പോയി ചെരുപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിറ്റേ ദിവസം ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഈ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വലിയ കാര്യമായിട്ട് പോയി. പോകുന്ന വഴിക്ക് ഒരു അച്ഛൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കൂടെയാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആരെങ്കിലും കാണുമ്പോൾ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചപ്പോൾ അവിടുത്തെ നല്ലവനായ എൻ്റെ ഒരു ചേട്ടൻ എൻ്റെ ചെരുപ്പ് കണ്ടു. മറ്റേ ചേട്ടൻ, 2 ചേട്ടന്മാരും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും തരാത്ത 2 ചേട്ടന്മാരും അവിടെ ഉണ്ടായിരുന്നു. 2 പേരോട് ഇനി എന്നെ പറയാനൊന്നുമില്ല. അയ്യോ, അമ്പലത്തിലേക്ക് പോകാൻ വന്ന ഞാൻ അവർ പറയുന്ന വർത്തമാനങ്ങൾ എന്നെ കളിയാക്കലും കേട്ട് ഞാൻ അമ്പലത്തിൽ പോലും പോകാതെ തിരിച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു എന്താ, അപ്പോൾ അച്ചാച്ചനുണ്ട്. എൻ്റെ ചോദിച്ചു എന്താ, ഞാൻ പറഞ്ഞു അണ്ണന്മാർ രണ്ടുപേരും എന്നെ കളിയാക്കി കുറേ വഴക്ക് പറഞ്ഞ്. എന്താ കാര്യം? അത് ഞാൻ ഇങ്ങനത്തെ ചെരുപ്പിട്ടത് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു നീ അമ്പലത്തിൽ പോയി? ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യത്തിന് പോയാൽ അതിനല്ലേ പോകണ്ട, നിന്നോട് ആര് പറഞ്ഞു അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ, അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം അമ്പലത്തിൽ പോകണം, നീ ഇന്ന് കരഞ്ഞോണ്ട് ഇങ്ങോട്ട് നിന്ന് എന്താ അമ്പലത്തിൽ പോകാതെ വന്നതെന്ന് ചോദിച്ചു. വഴക്ക് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചന് പറഞ്ഞു അവന്മാർക്ക് വേറെ ജോലിയില്ല. അപ്പം ഇവർക്കൊക്കെ എല്ലാം അറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചിന്ത, വലിയൊരു പ്രശ്നമൊന്നും അല്ല. പിന്നീട് ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നു. അപ്പം പിന്നീട് ഞാൻ അതിൽ പ്രതികാരം തീർത്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെങ്കിലുമൊക്കെ എന്തായാലും കല്യാണം കഴിക്കുമല്ലോ, അന്ന് നിങ്ങളുടെയൊക്കെ ഭാര്യമാരെങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ നോക്കുന്നുണ്ട്. അന്ന് ഞാൻ ഇതിനുള്ള മറുപടി തന്നില്ലെങ്കിൽ ഞാൻ ഇന്നാളുടെ മകളല്ലെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി ഞാൻ അങ്ങേയറ്റം വരെ പാലിക്കുകയും ചെയ്തു. കാരണം ഇവരൊക്കെ വിവാഹം ചെയ്തിട്ട് ഒരാൾക്ക് നല്ല മുടിയുണ്ട്, അപ്പോൾ ഫ്രണ്ടിലോട്ടൊക്കെ വെട്ടിയിട്ട് ഞാനൊരു ദിവസം നോക്കിയപ്പം ഭാര്യ മുടിയൊക്കെ ഫ്രണ്ട് വെട്ടിയിട്ടേക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്ത് പറ്റി, നിങ്ങളൊക്കെ വലിയ നിബന്ധനകൾ വെച്ചിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താണ് മുടിയൊക്കെ വെട്ടിയിട്ട് എടി അങ്ങനെയെങ്കിലും കുറച്ചുകൂടെ സ്റ്റൈല് സുന്ദരി ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞാണല്ലോ. എന്നിട്ട് പിന്നെ അന്ന് എന്നെ കരയിപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നേ ഞാൻ പറഞ്ഞോ നിങ്ങളുടെ ഭാര്യമാർ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ അന്ന് പ്രതികാരം ചെയ്യുന്നു. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രതികാരങ്ങളൊക്കെ നിറവേറ്റി ഇട്ടുള്ള ആളാണ്. പിന്നെ നമ്മുടെ അന്നത്തെ കാലത്ത് വലിയ പഠിത്തം എന്ന് പറയുന്നത് വലിയ ഇതല്ല. എല്ലാവരും 10 പ്രീ ഡിഗ്രി ആ ഒരു ഇതിലാണ് ചേട്ടന്മാരെ. ആ ഒരു ലെവലിലായതുകൊണ്ട് നമുക്ക് ഇച്ചിരി പഠിച്ചതുകൊണ്ട് നമുക്ക് ഇച്ചിരി ജാടയൊക്കെ ഇടും എല്ലായിടത്തും. അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ചില ഇച്ചിരി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് രസമാണ് എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ. ഇച്ചിരി കളിയൊക്കെ ആക്കും. അതാണ് ചേട്ടന്മാരുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഭയങ്കര നമ്മളോട് ഭയങ്കരമായിട്ടും നമുക്ക് സുരക്ഷിതത്വമാണ്. നമ്മളോട് ആരും ഒന്നും പറയില്ല, നമ്മളെ ആരും പ്രേമിക്കാനൊട്ട് തയ്യാറാകില്ല. പക്ഷെ ഒരാൾ എൻ്റെ നാട്ടിൽ എന്നോട് ഒരു ഇഷ്ടം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ദൈവമേ നിങ്ങൾക്കറിയില്ലേ, എൻ്റെ അണ്ണന്മാരുടെ സംഭവം അറിയത്തില്ലേ? അറിയാമല്ലോ, പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇതിന് മുതിർന്നു, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അതങ്ങനെ അത്രയും അവിടെ കൊണ്ട് നിന്ന്. കാരണം എനിക്ക് വയ്യ ആരുടെയും വായിലിരിക്കുന്ന വഴക്കം കേട്ട് ഇടിയും കേട്ട് എനിക്കതിനൊന്നും സമയമില്ല. എന്നെ ആരും സ്നേഹിക്കുകയും വേണ്ട ഇങ്ങനെ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ആരും ഒന്നും പറയാറില്ല.
അങ്ങനെ ഇങ്ങനെയൊക്കെ അണ്ണന്മാരുടെ വഴിയൊക്കെ ആലോചനകളൊക്കെ വന്നിട്ട് എല്ലാം വേണ്ടാന്ന് വെച്ച് കഴിയുമ്പോൾ എന്നോട് പറയും ഇന്നയാൾ നിനക്ക് വേണ്ടി ആലോചിച്ചായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ആണോ, അതാരാണ് ആൾ? ഇന്ന ആളാണ്. ശരി, നടന്നില്ലല്ലോ, ഒന്നും ആയില്ലല്ലോ, ഓക്കെ അങ്ങനെ പോട്ടെ എന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവർ പറയത്തുള്ളൂ. അവരൊക്കെ തമ്മിൽ ആലോചിച്ച് വേണ്ടാന്ന് വെച്ച് കഴിയുമ്പോൾ എന്നോട് പറയും ഇന്നാണ് ഒരാലോചന കൊണ്ടുവന്നായിരുന്നു എന്ന് പറയും. എനിക്കങ്ങനെ അത് 1, 2, 3, 4 3 പേരൊക്കെ എന്നെ കാണാനാകെ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെയുള്ള കാര്യത്തിൽ നിബന്ധനകളും ഒക്കെ വെക്കുന്ന ആളാണ്. ഇനി വരാൻ കിടക്കുന്നുള്ളൂ വീഡിയോസ്. അപ്പം ഞാൻ നിങ്ങളോർക്ക് ഇത് എന്തൊരു സ്വഭാവം എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ചേട്ടന്മാർ എന്ന് പറയുന്നത്. ഓക്കെ.